രുദ്രൻ ഒന്നാലോചിച്ച ശേഷം പി എ ആയി ജോലി ചെയ്യാൻ സമ്മതമാണെന്ന് അറിയിച്ചു. എന്നാൽ ഓക്കെ, താൻ പൊക്കോളും, അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൃഷ്ണൻകുട്ടി തനിക്ക് മെയിൽ ചെയ്യും എന്ന് പറഞ്ഞു ഗായത്രി. ഗായത്രിയോട് നന്ദി പറഞ്ഞ് പുറത്തേക്ക് പോകാനായി ക്യാബിൻ ഡോർ തുറന്നു രുദ്രൻ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് രുദ്രൻ്റെ പുറകിലൂടെ ഗായത്രിയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി കാണാവേ അവൾക്ക് ഒരു തരം സന്തോഷമായി ഉള്ളിൽ. ഗായത്രി തിരിച്ച് ചന്ദ്രമംഗലം എന്ന അവളുടെ തറവാട്ടിലേക്ക് എത്തി. അവളുടെ കാറിൻ്റെ സൗണ്ട് കേട്ടതും കാര്യസ്ഥൻ്റെ ഭാര്യ കല്യാണി ഉമ്മറത്തേക്ക് എത്തി. കല്യാണി ഉമ്മറത്തേക്ക് വന്ന് അവളുടെ കയ്യിലെ ബാഗ് വാങ്ങി. എന്നിട്ട് ഗായത്രിയോട് ചോദിച്ചു, കുഞ്ഞെ കുടിക്കാൻ എന്താ വേണ്ടേ എന്ന്. എനിക്കൊരു കോഫി എടുത്തേക്ക് എന്ന് പറഞ്ഞ് ഗായത്രി മുകളിലെ അവളുടെ റൂമിലേക്ക് പോയി. അവളുടെ റൂം മുഴുവൻ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എടുത്ത ഫോട്ടോകളായിരുന്നു. ആ ഫോട്ടോകൾ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. പെട്ടെന്ന് അവൾ ഒരു ഫോട്ടോയിൽ അവളുടെ നിറവയറിൻ്റെ അടുത്തു കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മോളെ രക്ഷിക്കാൻ അമ്മയ്ക്ക് ആയില്ലല്ലോ എന്ന്. ആ പറച്ചിൽ തീർന്നതും പിന്നീട് ആ റൂം മുഴുവൻ നിറഞ്ഞു നിന്നത് വിങ്ങി പൊട്ടിക്കരയുന്ന ഗായത്രിയുടെ കരച്ചിൽ മാത്രമായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അവളുടെ നെഞ്ചോടടുപ്പിച്ചു. ഒരു നിമിഷം കണ്ണടച്ചുപോയി. അപ്പോഴാണ് തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന രുദ്രൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓർമ്മ വന്നത്. വാവയെക്കുറിച്ച് ഓർമ്മ വന്നപ്പോൾ അവളുടെ നെഞ്ചിലെ ഭാരം കുറയുന്ന പോലെ തോന്നി. അവൾ വേഗം വന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി. എന്നിട്ട് വേഷം പോലും മാറാതെ താഴേക്കെത്തിയ ഗായത്രിയുടെ അടുത്തേക്ക് കല്യാണിയമ്മ വന്നു. എന്നിട്ട് ഗായത്രിയുടെ നേർക്ക് ഒരു കപ്പ് കോഫി നീട്ടി. അവളത് വാങ്ങി ഒരു സിപ്പടിച്ചതിന് ശേഷം കല്യാണി അമ്മയോട് പറഞ്ഞു, കല്യാണിയമ്മ, ഇന്ന് എൻ്റെ പി എയും പി എയുടെ കുഞ്ഞും ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ വരുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന്. ഗായത്രി അത് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാൻ നിന്നു. പെട്ടെന്നാണ് അവൾക്ക് കുഞ്ഞിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അവൾ തിരിഞ്ഞ് കല്യാണി അമ്മയോട് പറഞ്ഞു, പിന്നെ പിയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും അമ്മ നോക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ഗായത്രി റൂമിലേക്ക് പോയി. ഗായത്രിയുടെ മുഖത്ത് എന്നത്തേക്കാളും ഒരു തെളിച്ചുണ്ടായിരുന്നു അന്ന്. സാധാരണ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ റൂമിൽ നിന്ന് താഴേക്ക് വരാറില്ല അവൾ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം ഫോൺ വിളിച്ച് പറയും. അല്ലാതെ ഗായത്രി വരാറുമില്ല. ആരും അവളെ അന്വേഷിച്ച് മുകളിലേക്ക് പോകാറുമില്ല. ഗായത്രിയുടെ സംസാരമെല്ലാം വീൽചെയറിരുന്ന അവളുടെ അച്ഛൻ ചന്ദ്രശേഖരനും കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് മകളിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ അയാൾക്കും തോന്നി. വൈകിട്ടായപ്പോഴും ഗായത്രി റൂമിലെ ബാൽക്കണിയിൽ തന്നെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അവളുടെ മനസ്സ് പതിവിലും അസ്വസ്ഥമായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ കാണാനുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ആ സമയത്ത് രുദ്രൻ ഇനി വരില്ലേ? അല്ല, അയാൾ ജോലി വേണ്ടെന്ന് വല്ലതും വെക്കൂ? എനിക്കെന്തിനാ ആ കുഞ്ഞിനോട് ഇത്ര വാത്സല്യം തോന്നുന്നേ? സാധാരണ കുഞ്ഞുങ്ങളോടൊന്നും എനിക്കിങ്ങനെ തോന്നാറില്ലല്ലോ. അങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ താഴത്തെ ഗേറ്റ് കാണാമായിരുന്നു അവൾക്ക്. അവൾ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, എന്തിനെയോ കാത്ത്. പെട്ടെന്ന് അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ തോന്നി. അവളുടെ പ്രിയപ്പെട്ടത് എന്തോ അവളുടെ അടുത്തേക്ക് വരുന്ന പോലെ ഉള്ളിലൊരു തോന്നൽ. അത് ഓരോ നിമിഷം കൂടുന്തോറും ശക്തി പ്രാപിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റിൻ്റെ വെളിയിൽ ഒരു ഓട്ടോ വന്ന ശബ്ദം അവൾ കേട്ടത്. ആരാണിപ്പോൾ ഈ നേരത്ത് ഓട്ടോയിൽ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ? അവൾ ചിന്തിച്ചു. എന്നാൽ ഓട്ടോ ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ അവളുടെ മുഖം വിടർന്നു. രുദ്രനും അവൻ്റെ കുഞ്ഞാവിയായിരുന്നു അത്. ഒരു റെഡ് കളർ ഉടുപ്പിട്ട് ടർക്കി കൊണ്ട് മൂടി കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ഒരു പാവ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ രുദ്രൻ കുഞ്ഞിനെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ ചൂടേറ്റ് ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് രുദ്രൻ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത ശേഷം ഓട്ടോയിൽ നിന്ന് ബാഗ് എടുത്ത് കുഞ്ഞിനെയും പിടിച്ച് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഗായത്രി മുകളിൽ നിന്ന് അവർ വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവളുടെ ചുണ്ടിൽ ആ സമയത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിടർന്നു. രുദ്രൻ ഗേറ്റിൽ തട്ടി. ഗേറ്റ് തുറക്കാനായി അവൻ തട്ടിയപ്പോൾ സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു. എന്നിട്ട് രുദ്രനോട് ചോദിച്ചു, ആരാ താൻ? തനിക്കെന്ത് വേണം എന്ന്.
ആ, ഞാൻ രുദ്രദേവ്, ഗായത്രി മേഡം പറഞ്ഞിട്ട് വന്നതാ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞതും സെക്യൂരിറ്റിക്ക് അത്ര പിടിച്ചില്ല രുദ്രനെ. ആണോ? പക്ഷേ ഇങ്ങനൊരാൾ വരുന്ന കാര്യം മാഡം ഞങ്ങളെ ഇൻഫോം ചെയ്തിട്ടില്ലല്ലോ, സെക്യൂരിറ്റി അവനോട് ചോദിച്ചു. അതുകൂടാതെ സെക്യൂരിറ്റി വീണ്ടും അവനോട് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയം നല്ല മഴക്കാറുണ്ടായിരുന്നു. 2-3 മഴത്തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഗായത്രിക്ക് ചെറുതായിട്ട് ദേഷ്യം വന്നു. മഴ വരികയല്ലേ, ഒന്നില്ലെങ്കിലും കുഞ്ഞുള്ളതോളില്ലേ, മഴ കൊണ്ട് അസുഖം വന്നാലോ വാവയ്ക്ക് എന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ. അങ്ങനെ തന്നെ ആവുമല്ലോ, ഏതൊരമ്മയും തൻ്റെ കുഞ്ഞിനല്ലേ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏത് സാഹചര്യത്തിലും തൻ്റെ കുഞ്ഞിനെ അത് എങ്ങനെ ബാധിക്കും എന്നായിരിക്കും ചിന്തിക്കുക. അത് തന്നെയാണ് ഗായത്രിയുടെയും ചിന്ത. ഗായത്രി വേഗം സ്റ്റെപ്പ് ഇറങ്ങി വന്നു. എന്നിട്ട് സെക്യൂരിറ്റിയോട് അവരെ കടത്തിവിടാൻ പറഞ്ഞു. ഗായത്രി പറഞ്ഞതും സെക്യൂരിറ്റി അവരെ കടത്തിവിട്ടു. രുദ്രനും സെക്യൂരിറ്റിയും തമ്മിലൊന്ന് കൂർപ്പിച്ചു നോക്കി. അവർക്ക് രണ്ടാൾക്കും രണ്ടാളെയും പരസ്പരം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അതവർ പുറത്ത് കാണിച്ചില്ല. രുദ്രൻ കുഞ്ഞുമായി ഗായത്രിയുടെ അടുത്തേക്ക് എത്തും തോറും ഉള്ളിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഗായത്രിക്ക്. കുഞ്ഞിനെ ഓടിപ്പോയി രുദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നെഞ്ചോട് ചേർത്ത് അതിനെ തുരുതുര എന്ന് ഉമ്മ വയ്ക്കണമെന്ന് അവൾക്ക് തോന്നി. എന്നാൽ അവൾ എന്തോ പിൻവലിക്കുന്നുണ്ടായിരുന്നു. അവൾ അവളുടെ മനസ്സിനെ നിയന്ത്രിച്ചു. മാഡം. അവളെ കണ്ടതും രുദ്രൻ വിളിച്ചു. എന്നാൽ രുദ്രൻ്റെ വിളി അവൾ കേട്ടില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ അവൻ്റെ കയ്യിലുള്ള കുഞ്ഞിപ്പെണ്ണിൻ്റെ മേലായിരുന്നു. രുദ്രൻ വിളിച്ചിട്ട് കേൾക്കാത്ത കൊണ്ട് രുദ്രൻ ഒന്നും കൂടി അവളെ വിളിച്ചു. മാഡം. അത് കേട്ടപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. യെസ്, നിങ്ങൾ എത്തിയല്ലേ. അതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു വീട് രുദ്രനെ കാണിച്ചു കൊടുത്തു ഗായത്രി. പിന്നെ നാളെ കൃത്യം 10 മണിക്ക് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കോണം. എൻ്റെ വണ്ടിയിലാണ് താനും വരേണ്ടത്. പിന്നെ നാളത്തേക്ക് ചെയ്യാനുള്ള വർക്കുകൾ ഇന്ന് കൃഷ്ണൻകുട്ടി തനിക്ക് മെയിൽ ചെയ്യും. കുഞ്ഞിനെ നോക്കാനൊക്കെ ഞാൻ ഇവിടെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഗായത്രി രുദ്രനോട് പറഞ്ഞു. എന്നിട്ട് ഗായത്രി കല്യാണിയമ്മയെ വിളിച്ചു. കല്യാണിയമ്മ, കല്യാണിയമ്മ. അവളുടെ വിളി കേട്ട് കല്യാണമ്മ അടുക്കളയിൽ നിന്ന് എത്തി. അടുക്കളയിൽ നിന്ന് എത്തിയ കല്യാണിയമ്മയോട് രുദ്രനെയും കുഞ്ഞിനെയും പരിചയപ്പെടുത്തി കൊടുത്തു ഗായത്രി. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പറഞ്ഞു. അധിക നേരം അവൾക്ക് കുഞ്ഞിപ്പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കാനായില്ല. അവളെ തൊടാനും ഉമ്മ വയ്ക്കാനും അവളുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവൾ എല്ലാ കാര്യങ്ങളും കല്യാണിയമ്മ ഏൽപ്പിച്ചിട്ട് റൂമിലേക്ക് പോയി. അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ആ സമയത്തെല്ലാം. ഇനി മുതൽ കുഞ്ഞിനെ കാണാലോ തനിക്ക് എല്ലാ ദിവസവും എന്നൊക്കെ ഓർത്തിട്ട്. ആ സമയത്ത് അവിടെ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരനും കല്യാണിയമ്മയ്ക്കും അതിശയായി രുദ്രനെ ഗായത്രി അവളുടെ പിയായി നിയമിച്ചതിനെ കുറിച്ച് ഓർത്ത്. മഹേഷ് എന്ന ചെകുത്താൻ ഗായത്രിയുടെ ജീവിതം നശിപ്പിച്ചത് മുതൽ അവൾക്ക് ഈ ആൺവർഗത്തോട് തന്നെ ഒരുതരം വെറുപ്പായിരുന്നു. ആരെയും അവളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല. ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് പോലും ഗായത്രി ഇനി ചിന്തിക്കില്ല എന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. അതുപോലെ മുൻപ് അവളുടെ ആയിരുന്ന എല്ലാവരും സ്ത്രീകളായിരുന്നു. എന്നാൽ അവരെയൊന്നും ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ല, താമസിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടുമില്ല. അതിലുപരി ഗായത്രി കാണിക്കുന്ന ഇൻട്രസ്റ്റ്, അതെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നല്ലോണം. ഗായത്രി പോയ ശേഷം രുദ്രനെ കല്യാണമ്മ വിളിച്ചു കൊണ്ടുപോയി ഗസ്റ്റ് ഹൗസ് കാണിച്ചു കൊടുത്തു. മോനെ, ഈ വീട്ടിൽ 3 റൂമാണ് ഉള്ളത്. കിച്ചൺ ബാക്കിലാണ്. പിന്നെ 2 റൂമിലും ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, കല്യാണിയമ്മ അവനോട് പറഞ്ഞു. അത് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴാണ് കല്യാണിയമ്മയ്ക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഭക്ഷണക്കാരി എങ്ങനെയാ, നോൺ വെജൊക്കെ കഴിക്കല്ലേ? അല്ല, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണോ? രുദ്രനോട് കല്യാണിയമ്മ ചോദിച്ചു. രുദ്രൻ അത് കേട്ടതും ഒന്ന് ചിരിച്ചു കല്യാണിയമ്മയോട്. എനിക്കിതൊക്കെ ധാരാളം അമ്മ. പിന്നെ അമ്മ എന്തുണ്ടാക്കിയാലും ഞാൻ കഴിച്ചോളാം, എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, രുദ്രൻ പറഞ്ഞു. ആണോ? ചോദിക്കാൻ വിട്ടുപോയി, മോൻ്റെ പേരെന്താ? അല്ല, മോൻ്റെ വീട് എവിടെയാണ്? എൻ്റെ പേര് രുദ്രദേവ്. ഞാൻ മാഡത്തിൻ്റെ കമ്പനി PI ജോയിൻ ചെയ്യാൻ വന്നതാ. ഇതെൻ്റെ മോള് പാറു. പാറു എന്ന് വെറുതെ വിളിക്കുന്നതാ, ശരിക്കുള്ള പേരിട്ടിട്ടില്ല.
ആണോ? കുഞ്ഞിന് എത്ര മാസമായി? 6 മാസമായി. ആ, വീട് ആറ്റിങ്കലാണ്, രുദ്രൻ പറഞ്ഞു. കല്യാണിയമ്മ കുഞ്ഞിനെ നോക്കി. അവർ മനസ്സിൽ വിചാരിച്ചു, ഗായത്രിയുടെ മോളുണ്ടെങ്കിൽ ഈ പ്രായം ഉണ്ടാവുമെന്ന്. കുഞ്ഞെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ അമ്മ. എന്തിനാ അനുവാദമൊക്കെ ചോദിക്കുന്നേ? അല്ല, മോൻ പാറുമോളുടെ അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കല്യാണിയമ്മ അത് ചോദിച്ചതും അത്ര നേരം ചിരിച്ചുകൊണ്ടിരുന്ന രുദ്രൻ്റെ മുഖം വാടി. അവൻ കയ്യിലുള്ള കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിട്ട് കല്യാണിയമ്മയോട് പറഞ്ഞു, മോളുടെ അമ്മ മോളെ പ്രസവിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുമ്പേ വാവയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഇറങ്ങിപ്പോയതാ. രുദ്രൻ അത് പറയുമ്പോൾ അവളുടെ കണ്ണിൽ സങ്കടവും ദേഷ്യം ഒരുപോലെ ഉണ്ടായിരുന്നു. അവനത് പറഞ്ഞത് കേട്ടത് കല്യാണി അമ്മയുടെ മനസ്സിൽ ഒരു നോവ് പടർന്നു. കുഞ്ഞിക്കഴികൾ തലയ്ക്കുമേലെ വെച്ച് കിടക്കുന്ന ആ കുഞ്ഞിനെ കാണുന്തോറും പിന്നെ അവർ ഒന്നും ചോദിക്കാൻ നിന്നില്ല. എന്നാൽ ശരി മോനെ, ഞാൻ കുഞ്ഞിനെ കുടിക്കാൻ പാലെടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ് കല്യാണി അമ്മ തിരിച്ച് ഗായത്രിയുടെ വീട്ടിലേക്ക് എത്തി. ഗായത്രിയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കല്യാണിയമ്മ മനസ്സിലോർത്തു കേട്ടോ, ഒരുത്തി പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോയിരിക്കുന്നു. ഒരു കുറ്റബോധവും മനസാക്ഷിയോ ഇല്ലാതെ മറ്റൊരാൾ മരിച്ചുപോയ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഓരോ നിമിഷവും വെന്തുരുകി തീരുന്നു എന്ന് വിധി തന്നെ എന്നവർ മനസ്സിൽ പറഞ്ഞു. കല്യാണിയമ്മ വരുമ്പോൾ ഗായത്രി അവരെയും കാത്ത് ഉമ്മറത്തുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് പോകാൻ നിന്ന അവരെ ഗായത്രി വിളിച്ചു. കല്യാണിയമ്മ, എന്താ കുഞ്ഞെ? രുദ്രനും കുഞ്ഞിനും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തോ? ആ, അതൊക്കെ ചെയ്തു കൊടുത്തു. അല്ല, കുഞ്ഞിപ്പോഴും ഉറക്കമാണോ? എഴുന്നേറ്റോ? അവൾക്ക് ഫുഡ് വല്ലതും കൊടുത്തോ? ഗായത്രി കാര്യമായി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു കവർ കല്യാണി അമ്മയ്ക്ക് നേരെ നീട്ടി. എന്താ മോളെ ഇത്? അത് മുമ്പ് വാങ്ങിയ കുറച്ച് ടോയ്സാ. ഇതിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അത് പറയുമ്പോൾ അവളുടെ സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുഞ്ഞിന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറിപ്പോയി. അവൾ കയറിപ്പോകുന്നത് ചന്ദ്രശേഖരനും കല്യാണിയമ്മയും നോക്കിക്കൊണ്ടിരുന്നു. എന്താ കല്യാണി, എൻ്റെ മോളുടെ സന്തോഷത്തിന് ഈ കാരണം? ചന്ദ്രശേഖരൻ അതിശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ലേ സാറേ, പക്ഷേ ഒരു നിമിഷം നമ്മുടെ പഴയ ഗായത്രി മോളെ കണ്ടു ഞാൻ. മുമ്പ് പ്രസവത്തോടടുത്തുള്ള സമയത്ത് കുഞ്ഞിനെക്കുറിച്ച് എന്നോട് പറഞ്ഞതും ചോദിച്ചതും അപ്പോൾ മോളുടെ കണ്ണിൽ കണ്ട സന്തോഷവും ആകാംക്ഷയും എല്ലാം ഒരു നിമിഷം മോളുടെ മുഖത്ത് വന്നു മറഞ്ഞുപോയ പോലെ എനിക്ക് തോന്നി. എല്ലാം ആ ചെകുത്താൻ നശിപ്പിച്ചില്ലേ? കല്യാണിയമ്മ സങ്കടത്തോടെ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. രുദ്രൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു. കാണാൻ അടാറ് ലുക്കായതുകൊണ്ട് തന്നെ രുദ്രന് ഒരുപാട് ഗേൾ ഫാൻസ് ഉണ്ടായിരുന്നു കമ്പനിയിൽ. വളരെ എഫിഷ്യൻറ്റും ഹാർഡ് വർക്കിങ്ങുമാണ് രുദ്രൻ. ജോയിൻ ചെയ്തതോടെ കമ്പനിയിലെ ക്രമക്കേടെല്ലാം കുറഞ്ഞെന്ന് മാത്രമല്ല, മുമ്പ് നടത്തിയ പല ക്രമക്കേടും ഗായത്രിക്ക് മുമ്പിൽ അവൻ കാണിച്ചു കൊടുത്തു. അതോടെ പലർക്കും അവനോട് അമർഷമായി, ഒരുതരം ശത്രുത. എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണമെന്നായിരുന്നു പലരുടെയും ചിന്ത. അതിനായി പല കുരുക്കുകളും രുദ്രനെതിരായി നീക്കാൻ തുടങ്ങി. ഇനി എന്താ സംഭവിക്കാന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.